ധന്യനായ ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം ഈ മനോഹരമായ പ്രഭാതത്തിൽ മഹിതപ്പെടുമാറാകട്ടെ. ക്രിസ്തുയേശുവിൻ്റെ ഉന്നത നാമത്തിൽ നിങ്ങളെ ഏവരെയും വന്ദനം ചെയ്യുന്നു. പ്രഭാത ധ്യാനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് ചിന്തയ്ക്കായി നൽകിയ വചനം യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 5-6 വാക്യം. യേശു വലിയൊരു പുരുഷാരം തൻ്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് ഫിലിപ്പോസിനോട്, ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും എന്ന് ചോദിച്ചു. ഇത് അവനെ പരീക്ഷിപ്പാൻ അത്രേ ചോദിച്ചത്. താൻ എന്ത് ചെയ്യുവാൻ പോകുന്നുവെന്ന് യേശു താനും അറിഞ്ഞിരുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. വളരെ മനോഹരമായ ഒരു ചിന്തയാണ് കർത്താവ് തരുന്നത്. ഫിലിപ്പോസിനോട് കർത്താവ് ചോദിച്ച അതേ ചോദ്യം ഈ പ്രഭാതത്തിൽ നമ്മോടും ചോദിക്കുകയാണ്. നമ്മുടെ പ്രശ്നങ്ങളെ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ നാം കർത്താവിൻ്റെ സന്നിധിയിൽ പറയുന്നതായ ആവലാതികൾ, പരാതികൾ, സങ്കടങ്ങൾ, വേദനകൾ, ആവശ്യങ്ങൾ ഒരു കൂമ്പാരം പോലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇങ്ങനെ വന്നുകൂടുകയാണ്. ഒരു വിശ്രമമില്ലാതെ നമ്മൾ കർത്താവിനോട് പറയാം. രാവും പകലും അപേക്ഷകൾ ഒന്നോടൊന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ കൊടുക്കുന്നു. കർത്താവ് നമ്മോട് തിരിച്ച് ചോദ്യം ചോദിക്കുക. ഫിലിപ്പോസിനോട് ചോദിച്ച ചോദ്യം കർത്താവ് നമ്മോട് ചോദിക്കുക. എന്താണെന്നറിയാമോ? നീ എങ്ങനെയാണ് ഈ പ്രശ്നം കൈകാര്യം ചെയ്യാൻ പോകുന്നത്? നമ്മൾ താനും ദൈവത്തെ നമ്മളെ കൊണ്ട് പരിഹരിക്കാൻ കഴിയാത്ത സംഗതി കർത്താവിൻ്റെ സന്നിധിയിൽ കൊണ്ടുചെല്ലുമ്പോൾ ദൈവം ആ പ്രശ്നങ്ങളെ, അല്ലെങ്കിൽ വലിയ ഒരു പുരുഷാരത്തെ കണ്ടുകൊണ്ട് പാവം പിടിച്ച ഫിലിപ്പോസിനോട് ചോദിക്കുകയാണ്, ഫിലിപ്പോസെ, നമ്മൾ ഈ ജനങ്ങൾക്ക് ഭക്ഷണം എവിടെ നിന്ന് വാങ്ങും? ഫിലിപ്പോസിൻ്റെ ദൃഷ്ടി തൻ്റെ കയ്യിലുള്ള 200 ദിനാറിൽ കേന്ദ്രീകരിച്ചു. 200 വെള്ളിക്കാശ്. ആ 200 വെള്ളിക്കാശിന് 5000-ൽ ശിഷ്ടം പുരുഷന്മാർ തന്നെ 5000 പേർ. അവർക്കെങ്ങനെ വിളമ്പാൻ കഴിയുക? അതൊരു വലിയ പ്രശ്നമല്ലേ? ഫിലിപ്പോസ് കണക്ക് കൂട്ടിയിട്ടും മതിയാകുന്നില്ല. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോൾ പത്രോസിൻ്റെ സഹോദരനായ അന്ത്രയോസിൻ്റെ മനസ്സിൽ ഒരു ചിന്ത ഉദിച്ചു. ദൈവം, അല്ലെങ്കിൽ കർത്താവ് ഇതുവരെയും പ്രവർത്തിച്ചിട്ടുള്ളത് പണത്തെ വർദ്ധിപ്പിക്കുകയല്ല. തീർച്ചയായിട്ടും കർത്താവ് ഒരിക്കൽ പോലും, കാരണം അവരുടെ അനുഭവങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ ഒരിക്കൽ ടാക്സ് കൊടുക്കാൻ പണമില്ല. കർത്താവ് പണം ആകാശത്തു നിന്ന് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് വലിയൊരു മാന്ത്രിക ശക്തിയൊന്നും കർത്താവ് പ്രയോഗിച്ചില്ല. ശിഷ്യന്മാരോട് പറഞ്ഞു, നീ കടലിൽ പോയി, പത്രോസിനോട് പറഞ്ഞു, നീ ചൂണ്ടലിട്ട് മീനെ പിടിക്കുമ്പോൾ നമുക്ക് നിനക്കും എനിക്കും ടാക്സ് കൊടുക്കാനുള്ള പണം എക്സാക്ട്ലി നിൻ്റെ കയ്യിൽ കിട്ടും. ഒരു ചില്ലി പൈസ പോലും അധികമില്ല. എനിക്കും നിനക്കും ടാക്സ് അടയ്ക്കാനുള്ള പണം. നോക്കൂ, അതിനുശേഷം പത്രോസ് എപ്പോഴെങ്കിലും ചൂണ്ടലിട്ടുകൊണ്ട് പണം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ചൂണ്ടലിടാൻ പോയോ? ഇല്ല. പിടിക്കുന്ന മത്സ്യത്തിൻ്റെ എല്ലാം വയറ്റിൽ അല്ലെങ്കിൽ വായിൽ ഋമപ്പണം ഉണ്ടോ? ഇല്ല. ആ ആവശ്യം അന്നേരം സാധിക്കുവാൻ വേണ്ടി കർത്താവ് അതിന് ചെയ്തു. എന്നാൽ ഇവിടെ വന്നപ്പോൾ ഫിലിപ്പോസിനൊരു ചെറിയ ഒരു ചിന്ത, ഒരു പക്ഷെങ്കിൽ കർത്താവ് ഈ പണത്തെ വർദ്ധിപ്പിച്ചാലോ? എന്നാൽ അന്ത്രയോസിന് മനസ്സിലായി, കർത്താവ് പണത്തെ വർദ്ധിപ്പിക്കുകയില്ല, പണപ്പെരുപ്പം ഉണ്ടാക്കത്തില്ല. ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ കള്ളപ്പണം, അതായത് പണം വെളുപ്പിക്കുക അല്ലെങ്കിൽ പണം ഇരട്ടിപ്പിക്കുവാനൊക്കെ എത്ര പേരാണ് അതിൻ്റെ പുറകെ നടക്കുന്നറിയാം. നമ്മുടെ കയ്യിൽ ഒരു 10 ലക്ഷം രൂപ അല്ലെങ്കിൽ 10 കോടി രൂപയുണ്ടെങ്കിൽ അതെങ്ങനെ 20 കോടിയാക്കും, അല്ലെങ്കിൽ 100 കോടിയാക്കും. ജനങ്ങൾ അതിനുവേണ്ടി അങ്ങ് പായുകയാണ്. വലിയവനും ചെറിയവനും, വിദ്യാഭ്യാസമുള്ളവനും വിദ്യാഭ്യാസമില്ലാത്തവനും, സകലരും പണം ഇരട്ടിപ്പിക്കുന്ന ആ ഒരു ജോലിയിൽ അവർക്ക് വളരെ ഇൻട്രസ്റ്റാണ്, അങ്ങ് താല്പര്യമാണ്, എങ്ങനെയെങ്കിലും വർദ്ധിപ്പിക്കണം. പക്ഷെങ്കിൽ ഇവിടെ ഇതാ ഫിലിപ്പോസ് പറഞ്ഞു, 200 വെള്ളിക്കാശ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യുവാൻ കഴിയും? പണം, അതിന് തക്കമുള്ളതായ പണം നമ്മുടെ കയ്യിലില്ലല്ലോ. കർത്താവെ, എനിക്ക് തോന്നുന്നു ഫിലിപ്പോസ് ഒരു പക്ഷെങ്കിൽ മൗനമായ ഭാഷയിൽ കർത്താവിനോട് പറഞ്ഞില്ല എങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടാകുന്നു. ഏതെങ്കിലും രീതിയിൽ കർത്താവ് ഈ പണത്തെ വർദ്ധിപ്പിച്ചിരുന്നെങ്കിൽ
എത്രയും പേർക്കും പോയി ഭക്ഷണം വാങ്ങിക്കാമായിരുന്നു. ഭക്ഷണം മാത്രം മതിയോ? ഇവർക്ക് കുടിക്കാൻ വെള്ളം കൊടുക്കണ്ടേ? അതായത് അപ്പം മാത്രം മതിയോ? മീനും കൂടെ ചേർത്ത് വാങ്ങിക്കണ്ടേ? അന്നത്തെ കാലത്തൊക്കെ മീനും അപ്പവും ഇതാണ് അവരുടെ പ്രധാന ആഹാരം. ഒരു നോർമൽ ഫുഡ് എന്ന് പറയുന്നത് അപ്പവും മീനുമാണ്. ഉണങ്ങിയ അപ്പം, അതായത് എന്താണ് പറയുന്നത്, ഇസ്രായേലിലും അറബി നാടുകളിലുമൊക്കെ യഹൂദന്മാരുടെ ഇടയിലൊക്കെ അന്നത്തെ കാലത്ത് കപ്പൂസ് എന്ന് പറയുന്ന ഒരു ചുട്ടുണ്ടാക്കുന്ന അപ്പം, അതാണ് യാത്ര പോകുമ്പോഴും എല്ലാം അവരുണ്ടാക്കും. അത് പല ദിവസങ്ങളിലിരുന്നാലും അത് കേടാകുകയില്ല അവിടുത്തെ കാലാവസ്ഥ. അങ്ങനെയാണ് അത് ചുട്ടെടുക്കുന്നത്. എണ്ണയിൽ ഉണ്ടാക്കുന്ന ആ ഒരു അപ്പമല്ല. പക്ഷെങ്കിൽ അത് കഴിക്കണമെങ്കിൽ ലിക്വിഡായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു കറി കൂടെ വേണം, ഇല്ലെങ്കിൽ മീനോ വെള്ളവും ഒക്കെ വേണം, എങ്കിലേ അത് കഴിക്കാനൊക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ തൊണ്ടയ്ക്കൊന്നും ഇറങ്ങത്തില്ല. അപ്പോൾ കർത്താവ് ചെയ്യുമ്പോൾ ഇതെല്ലാം ചെയ്യണം, ഇതെല്ലാം കരുതണം. അവിടെയാണ് നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്നതായ ബോധം. നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ ഈ ആഹാരം ഉണ്ടാക്കുന്നവർ, അല്ലെങ്കിൽ പണ്ടൊക്കെ പൊതുവായിട്ടുള്ള ആഹാരം എന്ന് പറഞ്ഞാൽ കൺവെൻഷൻ, വീട്ടിലെ വിവാഹം, ഇതൊക്കെ ഇന്നത്തെ കാലത്തൊക്കെ അതൊക്കെ കാറ്ററിങ്ങിനെ ഏൽപ്പിക്കുക. പക്ഷെങ്കിൽ അന്ന് അങ്ങനെയല്ല. വീട്ടുകാരും നമ്മുടെ സ്വന്തക്കാരും അടുത്ത ബന്ധുക്കളും എല്ലാം കൂടെ ചേർന്നും കൊണ്ട് അതൊരു വലിയ ഉത്സവമാണ്. വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി 2-3 ദിവസം മുമ്പ് അങ്ങ് പല രീതിയിലുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കി വരും. കല്യാണ ദിവസം വിരുന്നുവാഴി, അതായത് ആ ഭക്ഷണം ക്രമീകരിക്കുന്ന അല്ലെങ്കിൽ പാചകശാലയിൽ അത് നോക്കി അത് ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനെ പോലൊരു ഒരു മേധാവി കാണും. അതിനെ നമ്മുടെ വേദപുസ്തക ഭാഷയിൽ പറഞ്ഞാൽ വിരുന്നുവാഴി എന്നൊക്കെ പറയും. പക്ഷെങ്കിൽ വിരുന്നുവാഴി നമ്മുടെ നാട്ടിലൊക്കെ അതിന് കങ്കാണി എന്ന് പറയും. അല്ലെങ്കിൽ മെയിൻ പാചകക്കാരനാണ് അദ്ദേഹം. മുൻവശത്ത് വന്ന് നിന്നുകൊണ്ട് കല്യാണത്തിന് വരുന്ന ജനങ്ങളെ ഒന്ന് നോക്കിയതിന് ശേഷം ആ ചോറൊക്കെ വിളമ്പി ഇങ്ങനെ പരമ്പിൻ്റെ മേളിൽ ഇങ്ങനെ കോരിയിട്ടിരിക്കുക. അതിനുശേഷം വാഴയിലയൊക്കെ ചേർത്ത് ഇങ്ങനെ ആവി നല്ല ചൂട് പോകത്തക്ക രീതിയിൽ ഒരുവിധം കഴിക്കാനുള്ള ഒരു ചെറിയ ചൂടോടുകൂടി വിളമ്പണം. ആ രീതിയിലാണ് അതിനെ പ്രിസർവ് ചെയ്യുന്നത്. അതിനുശേഷം ഒരു ഉത്തരവാദിത്വമുള്ള വിരുന്നുവാഴിയാണെങ്കിൽ വേറൊരു കാര്യം ചെയ്യും. എന്താണെന്ന് അറിയാമോ? ഒരു ചെമ്പിനകത്ത് വെള്ളം വെട്ടിത്തിളയ്ക്കുന്ന രീതിയിൽ അത് സൂക്ഷിക്കും. എന്തിനാണ്? കുടിക്കാനല്ല. ഏതെങ്കിലും രീതിയിൽ ചോറ് മതിയാകാതെ വന്നാൽ പെട്ടെന്ന് അരിയിടണം. വരുന്നതായ ജനങ്ങളെ ആശ്രയിച്ചിരിക്കും ഈ കാര്യങ്ങളൊക്കെ. അതാണ് ഒരു വിരുന്നുവാഴിയുടെ ഉദ്ദേശം. നോക്ക്, ഇവിടെ കർത്താവ് ചെയ്തതായ ഒരു ജോലി ചെയ്തു. അത് മനുഷ്യൻ ചെയ്യുന്നതും ദൈവം ചെയ്യുന്നതുമായിട്ടുള്ള പ്രവൃത്തിയുടെ വ്യത്യാസം ഒന്ന് അറിയണ്ടേ? അതിനുവേണ്ടിയാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത്. കർത്താവ് ഫിലിപ്പോസിനോട് ചോദിച്ചു, ഫിലിപ്പോസേ, എങ്ങനെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? എന്ത് ചെയ്യുവാൻ കഴിയും? ഫിലിപ്പോസ് തൻ്റെ കയ്യിലുള്ളതായ പണത്തെ എണ്ണി. ഫിലിപ്പോസിന് ചിന്തയുണ്ടായി, ഒരുപക്ഷെങ്കിൽ ദൈവം പണം വർദ്ധിപ്പിക്കുമായിരിക്കും. പക്ഷെങ്കിൽ പത്രോസിൻ്റെ സഹോദരനായ അന്ത്രയോസിൻ്റെ മനസ്സിൽ ഒരു ബോധ്യമുണ്ടായി. കഴിഞ്ഞ കാലങ്ങളിലൊന്നും അനേക ആവശ്യങ്ങളുടെ മുഖത്ത് പണത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നെങ്കിലും കർത്താവ് ഒരിക്കലും പണത്തെ വർദ്ധിപ്പിച്ചില്ല, പണത്തെ ഇരട്ടിപ്പിച്ചില്ല. പക്ഷെങ്കിൽ അതുകൊണ്ട് അന്ത്രയോസ് പെട്ടെന്ന് കർത്താവിനോട് പറയാണ്, കർത്താവേ, ഇവിടെ ഒരു ബാലനുണ്ട്, ആ ബാലൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനുമുണ്ട്. കർത്താവ് ഉടനെ അത് കേട്ടോടനെ പറഞ്ഞു, ബാലൻ്റെ കയ്യിൽ നിഷ്കളങ്ക മനസ്സിൽ അവരുടെ കയ്യിലുണ്ടായിരുന്നതായ ആ അപ്പത്തെ കൊണ്ടുവരാൻ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ആളുകളെ ഇരുത്താൻ പറഞ്ഞു. ആളുകളെ ഇരുത്തിയിട്ട് എന്താണെന്ന് ആ വചനത്തിൽ എഴുതിയിരിക്കുന്ന 10-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കൂ. വേണ്ടുവോളം കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. ഒരു സാധാരണ മാനുഷിക ചിന്തയിൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഒരു വിരുന്നുവാഴിക്ക് ആഹാരം മതിയാകുമോ ഇല്ലയോ എന്നുള്ളതായ ഒരു സംശയമുണ്ടെങ്കിൽ ഇവിടെ ഇതാ കർത്താവ് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് കർത്താവിന് നന്നായി അറിയാമായിരുന്നു. കർത്താവ് വേണ്ടുവോളം അവർക്ക് കൊടുത്തു. എങ്ങനെയാണ് കൊടുത്തതെന്ന് അറിയാമോ? കർത്താവ് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി, നിഷ്കളങ്ക മനസ്സിൽ നിന്ന് വാങ്ങി കർത്താവ് അതിനെ മുറിച്ചു അവരുടെ കയ്യിൽ കൊടുത്തു. നിങ്ങൾ കൊടുക്കാൻ പറഞ്ഞു. അതിൻ്റെ അർത്ഥം കർത്താവ് ഫിലിപ്പോസിനെയും ശിഷ്യന്മാരെയും പഠിപ്പിക്കുവാനിരുന്നത് ഒരു ഉദ്ദേശം, ഒരു സന്ദേശമുണ്ട്. നിങ്ങൾ മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തുവാൻ വിശാല ഹൃദയമുള്ളവരായിരിക്കണം. നിങ്ങളുടെ കയ്യിലുള്ള പണമല്ല വർദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ഹൃദയം വർദ്ധിക്കണം, നിങ്ങളുടെ ആഹാരം വർദ്ധിക്കണം. ദൈവത്തിന് സ്തോത്രം.
നല്ല ആത്മീകമായിട്ടുള്ളതായ ഒരു വർധനവ് നിങ്ങളുടെ ഹൃദയത്തിലുണ്ടാകണമെങ്കിൽ നിങ്ങൾ വിശാല ഹൃദയമുള്ളവരായി തീരണം. ദൈവത്തിന് സ്തോത്രം. ഫിലിപ്പോസ് ചോദ്യം അല്ലെങ്കിൽ ഫിലിപ്പോസ് കൊടുത്തതായ മറുപടി, കർത്താവേ 200 വെള്ളിക്കാശ് കൊണ്ട് എന്ത് ചെയ്യും? അതിനങ്ങേപ്പുറത്ത് അന്ത്രയോസിന് വേറൊരു ബുദ്ധിയുണ്ടായി. അല്പമായിട്ടുള്ളത് കർത്താവിൻ്റെ കയ്യിൽ കൊടുത്താൽ തീർച്ചയായിട്ടും വർദ്ധിപ്പിക്കും. ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും അനേക ദിവസങ്ങൾ അനേക പ്രശ്നങ്ങളും വേദനകളും പരാതികളും അനേക ആവലാതികളും കൂടി നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊണ്ടുവന്ന പ്രശ്നങ്ങൾ പറയാറില്ലേ? എന്തെല്ലാം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെ നീ വിഷമിക്കുന്നില്ലേ? നിന്റെ കണ്ണുകൾ നീ ഉയരത്തിലേക്ക് ഉയർത്തുന്നില്ലേ? ആരും സഹായിക്കുവാൻ നിന്റെ ബുദ്ധിയിൽ കൂടെ നീ ചിന്തിച്ചു നോക്കുമ്പോൾ പറ്റില്ല നാഥാ, പറ്റില്ല, എന്നെ കൊണ്ടാവതില്ല എന്ന് നീ കൈമലർത്തുന്നില്ലേ? കർത്താവ് വീണ്ടും അത് കേട്ടിട്ട് ഞാൻ നിനക്ക് സമാധാനം ഉണ്ടാക്കാമെന്ന് പറയുകയല്ല. കർത്താവ് ഒരു ചോദ്യം ചോദിക്കുക, ഈ പ്രശ്നത്തെ നീ എങ്ങനെ കൈകാര്യം ചെയ്യും? നീ എങ്ങനെ അതിജീവിക്കും? എങ്ങനെ ഭക്ഷണം കൊടുക്കും? അതിന് ഉത്തരം നിന്റെ മനസ്സിലുണ്ടാകണം. നിഷ്കളങ്ക ഹൃദയത്തിൽ നിന്ന് ഉളവാകുന്നതായ അല്പത്തെ വർദ്ധിപ്പിച്ച് കർത്താവ് നിന്റെ കയ്യിൽ തരും. അത് നീ കൊടുക്കുമ്പോൾ വർദ്ധിക്കും. എങ്ങനെ? വേണ്ടുവോളം. മനസ്സിലുള്ള ഒരു മനുഷ്യൻ വേറൊരുവനെ, നമ്മുടെ ഒരു കൂട്ടുകാരോ നമ്മുടെ സ്വന്തക്കാരോ നമ്മുടെ യജമാനന്മാരോ ഈ ഭൂമിയിലുള്ളതായ ആ സമ്പന്നന്മാരോ രാജാക്കന്മാരോ നമ്മെ എന്തെങ്കിലും ഒരു പ്രാവശ്യം സഹായിച്ചെന്നിരിക്കും, രണ്ടാമത്തെ പ്രാവശ്യവും സഹായിച്ചെന്നിരിക്കും, മൂന്നാമത്തെ പ്രാവശ്യവും സഹായം അഭ്യർത്ഥിച്ചാൽ നോക്കൂ, എപ്പോഴും ഇത് നിന്നെ സഹായിക്കാൻ കഴിയില്ല എന്ന് അവർ ഒരു എക്സ്ക്യൂസ് പറയും. ഇല്ല എങ്കിൽ ആരെങ്കിലും നിന്നെ സഹായിച്ചാൽ അവർ കുറച്ച് ദിവസത്തിന് ശേഷം പറയും, നാളെ തന്നത് ഇനി തരാൻ സമയമായോ, ഞങ്ങൾക്ക് ഇനി ആവശ്യങ്ങളുണ്ട്, അത് തിരിച്ചു തരുന്നില്ലേ എന്നൊക്കെ ചോദിക്കും. എന്നാൽ ദൈവം തരുമ്പോൾ വേണ്ടോളം വിളമ്പും. നീ നിന്റെ മനസ്സും നിന്റെ ഹൃദയവും നിന്റെ വായും സ്ഥാനത്തിൽ തുറക്കുക. ഞാൻ അതിനെ നിറയ്ക്കും. അത് നിറഞ്ഞ് കവിയോളം അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു. നോക്കൂ, പുരുഷാരം യേശുവിൻ്റെ അടുത്ത് വന്നപ്പോൾ 5000 പുരുഷന്മാർ തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെ സ്ത്രീകളുമുണ്ട്, അതിൻ്റെ കുഞ്ഞുകുട്ടികളുമുണ്ട്. നോക്കൂ, എങ്ങനെ അവർക്ക് വിളമ്പുമെന്ന് ഫിലിപ്പോസിൻ്റെ ഹൃദയത്തിൽ ഒരു വലിയൊരു ചിന്ത. ഈ ജനത്തിന് വേണ്ടുവോളം എവിടെ നിന്നാണ് ഉണ്ടാക്കുന്നതെന്നൊരു ചിന്തയുണ്ടായപ്പോൾ തീർച്ചയായിട്ടും കർത്താവ് അവൻ്റെ മനസ്സിൽ എപ്പോഴും വേണ്ടുവോളം ഉണ്ടാക്കുവാനുള്ളതായ അല്ലെങ്കിൽ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് കർത്താവ് നന്നായിട്ട് അറിഞ്ഞിരുന്നു. നിന്റെ പ്രശ്നങ്ങൾ എങ്ങനെയാണ് പരിഹരിക്കുന്നതെന്ന് ദൈവത്തിന് നന്നായിട്ട് അറിയാം. പക്ഷേങ്കിൽ നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്? കർത്താവെ അങ്ങനെ ചെയ്യണേ, ഇങ്ങനെ ചെയ്യണേ, ഇങ്ങനെ അവരോട് ഇടപെടണമേ, ഈ വഴി തുറക്കണമേ, ആ വഴി തുറക്കണമേ. സാമ്പത്തികമായിട്ടുള്ള അനേക പ്രശ്നങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ കൊണ്ടുവരുന്നുണ്ട്. നമ്മൾ പലപ്പോഴും പണത്തിന് വേണ്ടി ദൈവത്തോട് കരഞ്ഞ് ചോദിക്കാറുണ്ട്. പണം നമുക്ക് ആവശ്യമാണ്, ആഹാരം ആവശ്യമാണ്, വസ്ത്രം ആവശ്യമാണ്. പക്ഷെങ്കിൽ പ്രിയ ദൈവവൈതലേ, ദൈവം നിന്നെ വിളിച്ചതെങ്കിൽ ദൈവം പേരെടുത്ത് നിന്നോട് ചോദിക്കുകയാണ്, മകനെ, മകളെ, ഫിലിപ്പോസിനോട് ചോദിച്ചത് ഫിലിപ്പോസേ. ദൈവത്തിന് സ്തോത്രം. ആ ഒരു ഫിലിപ്പോസിനെ പോലെ ഒരു പേരിട്ടും കൊണ്ട് കർത്താവ് നമ്മോട് ചോദിക്കുകയാണ്, നിന്റെ പ്രശ്നങ്ങളെല്ലാം ഞാൻ കേട്ടു, നിന്റെ സങ്കടങ്ങളെല്ലാം ഞാൻ കണ്ടു, നിന്റെ നിലവിളികൾ കേട്ടു. എനിക്കറിയാം നിന്നെ കൊണ്ടത് കൈകാര്യം ചെയ്യാൻ ഒക്കത്തില്ലെന്നറിയാം. പക്ഷെങ്കിൽ അതിൻ്റെ അങ്ങേപ്പുറത്ത് ഞാൻ നിന്നോടൊന്ന് ചോദിക്കട്ടെ, നീ അതെങ്ങനെയാണ് അതിജീവിക്കുവാൻ പോകുന്നത്? എങ്ങനെയാണ് പ്രശ്നം നിന്റെ മുൻപിൽ വരുമ്പോൾ നീ അതിനെ കൈകാര്യം ചെയ്യാൻ പോകുന്നത്? ഒരു വിശാല ഹൃദയം 5000 പേർക്ക് കൊടുക്കുന്നതായ ഫുഡ് നമ്മുടെ മനസ്സിൽ വന്ന് നിറയണം വിശ്വാസത്താൽ. ഇതാണ് വിശ്വാസത്തിൻ്റെ പ്രവൃത്തി. അത്രയും പേർക്കുള്ളതായ ഫുഡ് എൻ്റെ കയ്യിലുണ്ട് എന്നുള്ളതായ, ഇല്ല എന്നല്ല, ഉണ്ട് എന്നുള്ളതായ ഒരു പ്ലസ് പോയിന്റ്, ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. ആ ചിന്തയാണ് കർത്താവ് വർദ്ധിപ്പിക്കുന്നത്. നോക്കൂ, യോശുവയോട് ദൈവം പറയുമ്പോൾ നീ ഉറപ്പുള്ളവനായിരിക്കുക, ധൈര്യമുള്ളവനായിരിക്കുക. പലരും വന്ന് യോശുവയും കാലേബിനെയും അവരുടെ ഹൃദയം ക്ഷീണിപ്പിക്കുമാർ, ജനത്തിൻ്റെ ഹൃദയം ക്ഷീണിപ്പിക്കുമാർ വളരെ തെറ്റായ അഭിപ്രായങ്ങൾ കൊണ്ടുവന്നു.
അവർക്ക് സാധിച്ചുകൂടാൻ കഴിയാത്തതായ, അല്ലെങ്കിൽ കടന്നു ചെല്ലുവാൻ കഴിയാത്തതായ അനേക വൻമലകളെ കാണിച്ചുകൊണ്ട് അവരുടെ ഹൃദയത്തെ വിരളപ്പെടുത്തി, അവരുടെ ഹൃദയത്തെ ക്ഷീണിപ്പിച്ചു, അവരുടെ ചിന്താഗതിയെ, അവരുടെ ഉദ്ദേശത്തെ, അവരുടെ യാത്രയെ തടസ്സപ്പെടുത്തി, അവരുടെ യാത്ര കൊണ്ട് ഒരു ഫലവുമില്ല എന്ന് അവരുടെ മുൻപിൽ അധൈര്യത്തിന്റെ വാക്കുകൾ പറഞ്ഞപ്പോൾ യോശുവ എന്താണെന്ന് പറഞ്ഞെന്നറിയാമോ? ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും, ഞങ്ങൾ എവിടേക്കാണ് പോകുന്നതെന്ന് കർത്താവ് ഞങ്ങൾക്കൊരു ഉറപ്പ് തന്നിട്ടുണ്ട്. ആ ഉറപ്പിൽ നിൽക്കും. പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, ദൈവമാണ് നിന്നെ വിളിച്ചതെങ്കിൽ നിന്റെ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുവാനുള്ള ഒരു പുതുബലം അവൻ നിന്റെ മനസ്സിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അവൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് കർത്താവ് നന്നായിട്ട് അറിയാം. നിന്റെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത്, നിന്റെ ആവലാതികൾ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയെന്ന്, നിന്റെ രോഗങ്ങളെ സൗഖ്യമാക്കേണ്ടത് എങ്ങനെയെന്ന് ദൈവത്തിന് നന്നായിട്ട് അറിയാം. അവൻ അത് ചെയ്യും. അത് ചെയ്യുമ്പോൾ അത് പൂർണ്ണതയുടെ അനുഭവത്തിലാണ് ചെയ്യുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ പകൽക്കാലം, ഈ പ്രഭാതം, ഈ വചനം നിന്റെ ഹൃദയത്തിൽ, നിന്റെ കാതുകളിൽ എത്തുമ്പോൾ ദൈവം നിന്നോടൊരു ചോദ്യം ചോദിക്കുന്നു. വലിയ പുരുഷാരത്തെ കണ്ട്, വലിയ വൻമലയെ കണ്ടുകൊണ്ട് നീ ചിന്തിക്കുന്നുണ്ടോ നിന്നെ കൊണ്ടത് സാധിക്കില്ല എന്ന്? അന്ത്രയോസിനെ പോലെ ഒരു അഭിപ്രായം കർത്താവിൻ്റെ സന്നിധിയിൽ കൊണ്ടുവരിക. ഇവിടെ ഒരു ബാലനുണ്ട്, ഒരു നിഷ്കളങ്ക ഹൃദയത്തിൻ്റെ ഉടമയ്ക്ക് അല്പമുണ്ട്. കർത്താവ് അത് വാങ്ങിയിട്ട് പറയും, ഞാനത് വാങ്ങി നിന്റെ കയ്യിൽ തരാം, നീ അത് ഞുറുക്കി അവരെ തൃപ്തിപ്പെടുത്തുക. ദൈവത്തിന് സ്തോത്രം. ഒടുവിൽ കർത്താവ് ഒരു കാര്യം കൂടെ പറഞ്ഞു, ശേഷിച്ചതൊന്നും കളയരുത്. ദൈവം നിനക്ക് ചെയ്തതായ അനുഭവങ്ങളെ നീ നിസ്സാരമായിട്ടും ഗണിക്കരുത്. നിനക്ക് തൃപ്തിയായതിനു ശേഷം നീ അതിനെ ചവിട്ടിക്കളയരുത്, നീ അതിനെ നിന്ദിക്കരുത്, നീ അതിനെ അപമാനിക്കരുത്. അനേകർക്ക്, ഭക്ഷണമില്ലാത്തവർക്ക് അത് കൊടുക്കുവാൻ, സാക്ഷ്യമാകുവാൻ തക്കോണം അതിനെ സൂക്ഷിച്ചു വയ്ക്കുന്നതായ വലിയ ജീവിതത്തിൻ്റെ അനുഭവ സാക്ഷ്യങ്ങളായി അത് പരിണമിക്കുമ്പോൾ നീ അറിഞ്ഞിട്ടില്ലാത്ത വഴികളിൽ കൂടെ, നീ അറിയിട്ടില്ലാത്ത അനേക മാർഗങ്ങളിൽ കൂടെ നടകൊള്ളുവാൻ തക്കോണം അവൻ നിന്റെ കാലുകളെ ബലപ്പെടുത്തും. അവൻ നിന്റെ കരങ്ങളെ അനേക പ്രവൃത്തികളെ ചെയ്യുവാൻ തക്കോണം നിന്റെ കരങ്ങൾക്ക് ബലം തരും. നിന്റെ ഹൃദയത്തെ ബലപ്പെടുത്തും. ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. യോശുവയോട് പറഞ്ഞതുപോലെ ഈ പ്രഭാതത്തിൽ ദൈവം നിന്നോട് പറയുകയാണ്, ഉറപ്പുള്ളവനായിരിക്കുക, ഭയപ്പെടരുത്, ധൈര്യപ്പെടുക. ദൈവം നിന്നെ കൊണ്ട് അതിശയങ്ങളെ പ്രവർത്തിക്കും. ഗോഡ് ബ്ലെസ് യു.